ഹായ്, എല്ലാവർക്കും മീനട്ടി സ്റ്റോറീസിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ കഥ എന്താണെന്നറിഞ്ഞാലോ? കഥ കേട്ടുകഴിഞ്ഞ് അത് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പൊ നമുക്ക് കഥയിലേക്ക് പോകാം അല്ലേ? എന്റെ 19 വയസ്സിലുണ്ടായ ഒരു സുന്ദര അനുഭവം 31 വയസ്സുള്ള ചേച്ചിയുടെ എല്ലാം കവർന്നു. ചേച്ചിയെ ഞാൻ സ്വർഗം കാണിച്ചു. ചേച്ചി ഭർത്താവിനെ മാറ്റി നിർത്തി എന്റെ അടുത്തേക്ക് ഓടിവന്നു. ഭർത്താവിനേക്കാൾ കഴിവ് ഞാൻ തെളിയിച്ചു. അതെങ്ങനെയാണെന്ന് പറയാം. അതിനു മുന്നേ ഞാൻ എന്നെപ്പറ്റി പറയാം. എന്റെ പേര് അരവിന്ദ്. ഞാനിപ്പോൾ +2 പഠിത്തമൊക്കെ കഴിഞ്ഞ് കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്യുകയാണ്. എനിക്ക് രാവിലെ മുതൽ ഉച്ചവരെയാണ് കോഴ്സുള്ളത്. രാവിലെ ബസ്സിൽ പോയി ഉച്ചയാകുമ്പോഴേക്കും തിരിച്ചുവരികയും ചെയ്യും. എന്റെ വീട് ഒരു കുന്നിൻപുറത്താണ്. അവിടെ നിന്ന് തൊട്ടു താഴെയായി ഒരു വീടുണ്ട്. വെറുതെ പൂട്ടിയിട്ടിരിക്കുന്നതാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ വീട് എന്റെ അച്ഛൻ മേടിച്ചു. അത് വാടകയ്ക്ക് കൊടുത്തിട്ട് ഞങ്ങൾക്ക് വാടക വെച്ചെന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം കൂടിയാകുമല്ലോ. അതുകൊണ്ട് തന്നെ അച്ഛൻ കുറെ കടമൊക്കെ എടുത്തിട്ട് ആ വീട് വാങ്ങി. കുന്നിൻപുറത്തേന്ന് പറയുമ്പോ വലിയ കുന്നിന്റെ മുകളില് ഒരു വീടങ്ങനെയല്ലാട്ടോ. എൽസമ്മ എന്ന സിനിമയിലെ അവരുടെ വീട് പോലെ കുറച്ച് പൊക്കത്തായിട്ടാണല്ലോ അതുപോലെ കുറച്ചൊരു മുകളിൽ എന്നൊക്കെ പറയും. അതിന്റെ തൊട്ടു താഴെയായിട്ടാണ് ഞങ്ങൾ പുതിയ വീട് മേടിച്ചത്. കുറെ നാളായി എന്റെ അച്ഛൻ വാടകയ്ക്ക് കൊടുക്കുന്നതിനു വേണ്ടി താമസക്കാരെ അന്വേഷിച്ചു നടക്കുന്നു. പക്ഷേ ആരും തന്നെ അവിടെ വന്നിട്ട് താമസിക്കാൻ വലിയ താൽപര്യം കാണിക്കുന്നില്ല. അങ്ങനെയിരിക്കുമ്പോഴാണ് അച്ഛനൊരിക്കൽ അനിയത്തിയുടെ ഒരു പഠിത്തത്തിന്റെ ആവശ്യത്തിന് എറണാകുളത്തൊരു ബാങ്കിലുണ്ടായിരുന്നു അവിടെ പോകുന്നത്. അവിടെ വെച്ച് ഒരാളെ പരിചയപ്പെട്ടു. അവിടുത്തെ ബാങ്കിലെ മാനേജരുടെ ഏറ്റവും അടുത്ത ഒരാളാണ്. ഒരു ഭാര്യയും ഭർത്താവും. അവർക്ക് അവരുടെ വീട്ടിൽ താമസിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല അവരുടെ വീട്ടിൽ എന്നും പ്രശ്നങ്ങളും അമ്മായിയമ്മയും മരുമകളും തമ്മിൽ വഴക്കുമൊക്കെയാണ്. അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും മാറി താമസിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എന്റെ അച്ഛനെ കാണുന്നത്. അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛൻ അവരോട് കാര്യം പറയുകയും ചെയ്തു. ഏകദേശം ഒരു മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവരവിടെ താമസിക്കാൻ വന്നു. പക്ഷെ ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് വൈകിയാണ് അറിഞ്ഞത്. ഞാൻ ആ സമയം എന്റെ മുറിയിലിരുന്ന് പഠിക്കുകയായിരുന്നു. ജനലുവഴി പുറത്തേക്ക് നോക്കിയപ്പോൾ ഞങ്ങളുടെ താഴത്തെ വീട്ടിൽ ആരൊക്കെയോ വണ്ടിയിൽ സാധനങ്ങൾ ഇറക്കുന്നത് കണ്ടു. ഞാൻ കുറച്ചുനേരം നോക്കി. വൈകുന്നേരം അച്ഛൻ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നപ്പോൾ കാര്യം പറയുകയും ചെയ്തു. ഏതായാലും വാടകക്കാരെ പരിചയപ്പെടാൻ പോകാതിരുന്നാൽ മോശമാണല്ലോ എന്ന് വിചാരിച്ച് അവരോട് പരിചയപ്പെടാൻ വേണ്ടി പോയി. ദൂരെ നിന്ന് ഒരു പെണ്ണും ആണുമാണ് വന്നിരിക്കുന്നത് എന്ന് കണ്ടു. ഞാൻ അവിടെ ചെന്ന് ആ സമയം ചേട്ടൻ അവിടെ നിന്ന് സാധനങ്ങൾ പെറുക്കിവെക്കുകയായിരുന്നു. ഞാൻ ചേട്ടനോട് പരിചയപ്പെട്ടു. കുറച്ചുനേരം കഴിഞ്ഞ് ഞാൻ തിരിച്ചുപോകാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ചേച്ചി അകത്തുനിന്നും ഇറങ്ങിവന്നു. എന്റെ പൊന്നോ, ഇത്രയും സുന്ദരിയായ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത്രയ്ക്കും സുന്ദരിയാണ്. നല്ല വെളുത്ത നിറവും മാറിന്റെ കുഴിയുമൊക്കെ കാണിച്ച് എന്നെ കൊതിപ്പിക്കുന്ന രീതിയിൽ ഒരു വരവ്. അന്നത്തെ വേഷം ഒരു ചുരിദാറാണ്. ചുരിദാറിന്റെ കഴുത്ത് നന്നായി ഇറങ്ങിയതാണ് ഇരിക്കുന്നത്. ദേഹത്ത് ഷോളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു ടോപ്പും അടിയിലൊരു പാന്റുമാണ് ഇട്ടിരിക്കുന്നത്. എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. സാധനങ്ങൾ അകത്തേക്ക് കൊണ്ടുവരുന്ന തിരക്കിലാണ്. ഞാൻ എന്നോട് പുഞ്ചിരിക്കുന്നത് കണ്ടു. ഞാനും പുഞ്ചിരിച്ചു. സാധനങ്ങൾ പെറുക്കാൻ വേണ്ടി ഓടിവന്ന ചേച്ചി ഒറ്റക്കുനിയിൽ. ദൈവമേ, മറ്റൊന്നും എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. ചേച്ചിയുടെ മാറുകൾ എന്റെ കൺമുന്നിൽ കിടന്ന് തിളങ്ങുകയായിരുന്നു. ആ ഒരു ഒറ്റ നിമിഷം കൊണ്ട് എനിക്കത്രയ്ക്ക് ചേച്ചിയോട് കൊതി തോന്നിയ സമയമായിരുന്നു. ഞാൻ ഒരു നിമിഷം അങ്ങനെ തന്നെ അവിടെ നിന്നു. ഇത്രയ്ക്ക് സുന്ദരിയായ എല്ലാം കുറച്ചു കൂടുതലുള്ള ചേച്ചിയെ ഞാൻ എന്റെ നാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ല. മാത്രമല്ല പഠിക്കാൻ വേണ്ടി ക്ലാസ്സിൽ പോകുമ്പോൾ ഒരുപാട് കുട്ടികളെ ഞാൻ കാണാറുള്ളതാണ്. പക്ഷെ ഇതുപോലെ സുന്ദരിയായ ഒരു ചേച്ചിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ചേച്ചിയോട് കാര്യമായി പരിചയപ്പെടാൻ പറ്റിയില്ല. പക്ഷേ ചേച്ചി ഓരോ സാധനങ്ങൾ പെറുക്കിവെക്കുമ്പോഴും ചേച്ചിയുടെ മാറുകൾ കാണാൻ വേണ്ടി ഞാൻ അവിടെ നിന്നാൽ ചേട്ടൻ വെറുതെ സംശയിക്കും. എന്തായാലും അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് ഞാൻ തിരിച്ചു വീട്ടിലേക്ക് പോയി. സത്യത്തിൽ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് ഉറക്കമില്ലായിരുന്നു. കാരണം അത്ര സുന്ദരിയായ ചേച്ചിയായിരുന്നു എന്റെ മനസ്സു മുഴുവൻ. അങ്ങനെ വീണ്ടും ചേച്ചിയെ കാണും എന്ന് വിചാരിച്ച് കിടന്നുറങ്ങി. അങ്ങനെ അന്നത്തെ ദിവസം തള്ളിനീക്കി. അന്നത്തെ ദിവസം തന്നെ വീണ്ടും അവിടെ ചെന്നാൽ എന്ത് കാരണം പറയും? മാത്രമല്ല എപ്പോഴും അങ്ങോട്ട് ചെല്ലാൻ ഞങ്ങൾ തമ്മിൽ ഒരു പരിചയവുമില്ലതാനും. എന്റെ വീടിന്റെ മുന്നിലൂടെ ഇറങ്ങിവരുമ്പോൾ ചേച്ചിയുടെ വീടിന്റെ മുന്നിലാണ് എത്തുന്നത്. അതിലൂടെയാണ് പോകുന്നത്. രാവിലെ കമ്പ്യൂട്ടർ ക്ലാസ്സിന് പോകുന്നതിനു വേണ്ടി ഞാൻ നല്ല ഷർട്ടൊക്കെ ഇട്ട് ഒരു ചുള്ളൻ പയ്യനായി തന്നെ ചേച്ചിയുടെ വീടിന്റെ മുന്നിലൂടെ പോയി. ചേച്ചിയെ ഒരുവട്ടം കൂടി കാണണം എന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ കാണാൻ പറ്റിയില്ല. അന്ന് വൈകുന്നേരം ഞാൻ വന്നപ്പോൾ ചേച്ചിയുടെ വീട് അടച്ചിട്ടിരിക്കുകയുമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ക്ലാസ്സിൽ പോകുമ്പോഴും ഒക്കെ വാതിൽ അടഞ്ഞാണ് കിടക്കുന്നത്. ചേച്ചി എവിടെയോ പോയിരിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഏകദേശം ഒരാഴ്ചയോളം ഞാൻ ആ വീട്ടിലേക്ക് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും എത്തിനോക്കി. പക്ഷേ അവിടെ ആരുമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും അവർ തിരിച്ച് അവരുടെ വീട്ടിലേക്ക് പോയിക്കാണും എന്ന് വിചാരിച്ച് ഞാൻ അതൊക്കെ മറന്നു. അങ്ങനെ ഏകദേശം ഒരു മാസമടുത്തായി. മഴ കാരണം കുറേ നാളത്തേക്ക് ക്ലാസ്സൊന്നും ഉണ്ടായിരുന്നില്ല.
മാത്രമല്ല ഒരു പരീക്ഷ നടക്കുന്നതുകൊണ്ട് ഞാൻ കമ്പ്യൂട്ടർ കോഴ്സിന് കുറേ നാളത്തേക്ക് പോകാനും പോയില്ല. വീട്ടിൽ തന്നെയായിരുന്നു. ഓരോന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തെങ്കിലും ജോലി വാങ്ങണമല്ലോ. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അതുപോലെ ഞാൻ എന്റെ മുറിയിൽ ജനലിന്റെ സൈഡിലിരുന്നപ്പോൾ താഴെ ഒരു സുന്ദരമായ കാഴ്ച കാണാം. അവിടുത്തെ വെളുത്ത ചേച്ചി കുളിക്കുകയാണ്. കുളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ കുളിക്കുന്ന ആരെയും ഞാൻ കണ്ടിട്ടില്ല. പുറത്ത് വെള്ളം വരുന്ന ടാപ്പിന്റെ അടുത്ത് ഒരു മറ പോലെ കെട്ടിയിരിക്കുകയാണ്. പക്ഷേ മുകളിൽ അടച്ചിട്ടില്ല. മുകളിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് പുറത്തെ തിണ്ണയിൽ വന്ന് നോക്കുകയാണെങ്കിൽ ചേച്ചിയുടെ കുളി വ്യക്തമായി തന്നെ കാണാം. ഞാൻ നോക്കുമ്പോൾ ചേച്ചി പുറത്തുനിന്ന് തലയിൽ എണ്ണയൊക്കെ തേച്ച് കുളിമുറിയുടെ അകത്തേക്കു കയറുന്നു. ഞാൻ മുകളിൽ നിന്ന് നോക്കുകയായിരുന്നു. സത്യത്തിൽ എന്റെ ആ ഒരു നിമിഷം എനിക്ക് ഒട്ടും ചിന്തിക്കാൻ പറ്റാത്തതായിരുന്നു. ചേച്ചിയെ എങ്ങനെയെങ്കിലും ഒന്നുകൂടി കാണണമെന്ന് മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ ഇതുപോലെ നല്ലൊരവസരം എനിക്ക് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. ചേച്ചി അകത്തേക്ക് കയറിയിട്ടിരുന്ന തുണിയൊക്കെ മാറിയിട്ട് ഒരു മുണ്ടെടുത്തു. നല്ല വെളുത്ത ചേച്ചിയാണ്. ഒരു ചുമന്ന മുണ്ടാണ് ഉടുത്തിരിക്കുന്നത്. വെളുത്തു തുടുത്ത ചേച്ചി ചുമന്ന മുണ്ടെടുത്തപ്പോൾ സുന്ദരിയായിരുന്നു. ദേഹത്ത് നന്നായി സോപ്പൊക്കെ തേച്ച് കുളിക്കുകയായിരുന്നു. ഞാനെല്ലാം വെള്ളമിറക്കിക്കൊണ്ട് മുകളിൽ നിന്ന് നോക്കി നിന്നു. സത്യത്തിൽ ഞാൻ പുറകോട്ടു തിരിഞ്ഞ് ക്ലോക്കിൽ നോക്കി. ചേച്ചിയുടെ കുളി അവസാനിക്കുന്നില്ല. ഏകദേശം 20 മിനിറ്റോളമായി. ദേഹമൊക്കെ സോപ്പ് തേക്കുന്നത് മാത്രമേയുള്ളൂ. എനിക്ക് കുറേ നേരം കഴിഞ്ഞപ്പോൾ എന്റെ ഇരിപ്പ് ഉറയ്ക്കുന്നില്ലായിരുന്നു. എന്റെ വീടിനു ചുറ്റും നോക്കി. എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നില്ല. പതിയെ വീടിന്റെ സൈഡിൽ കൂടി ഇറങ്ങി ചേച്ചിയുടെ വീടിന്റെ സൈഡിൽ വന്നു നിന്നു. ആ സമയത്ത് ചേച്ചി കുളിയും കഴിഞ്ഞു പോയിക്കാണുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. ഞാൻ കുറച്ചുനേരം അവിടെ നിന്നു. ചേച്ചി കുളി കഴിഞ്ഞു പോയിട്ടില്ല. എങ്കിൽ ഞാൻ പതിയെ ബാത്റൂമിന്റെ വാതിൽ ഒരു ചാക്ക് വെച്ചാണ് മറച്ചിരിക്കുന്നത്. കുളിക്കാൻ വേണ്ടി 4 സൈഡും അടച്ചുവെച്ചിരിക്കുന്ന ഒരു സ്ഥലം. അവിടെയാണ് ചേച്ചി നിന്ന് കുളിക്കുന്നത്. ഞാൻ പെട്ടെന്ന് അകത്തേക്ക് ചെന്നാൽ ചേച്ചി എന്നെപ്പറ്റി എന്തു വിചാരിക്കുമെന്ന് ആദ്യം ഞാൻ ഓർത്തു. പക്ഷേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ചേച്ചി എന്തു വിചാരിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് ഞാൻ കുളിമുറിയുടെ അകത്തേക്ക് കയറി. അപ്പോ ഇന്നത്തെ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ? എങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു അടിപൊളി കഥയുമായി കാണാം. എല്ലാവർക്കും ബൈ.